പടച്ചോനെ നീ റാഹത്തിലാക്കണേ റഹ്മാനെ, സന്തോഷത്തിലാക്കണേ അല്ലാഹ്. വരുന്ന ചൊവ്വാഴ്ചയാണ് ബദരീങ്ങൾ. എപ്പോഴാണ്? അസറിന്റെ ശേഷം പള്ളി ഇവിടെ വെച്ച് നടക്കുന്നതാണ്. എല്ലാവരും കൃത്യമായി വളരെ നേരത്തെ അസർ ജമാഅത്തിന് മുൻപ് തന്നെ പള്ളിയിൽ എത്തിച്ചേരുക. ബദരീങ്ങളെ തവസ്സുലാക്കി നമുക്ക് ദുആ ചെയ്യേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. അത് നല്ല ഒരു സംഭാവന നമ്മുടെ പള്ളിയിലേക്ക് കൊണ്ടുവന്ന് ബദരീങ്ങളെ നമ്മളന്ന് നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ബദരീങ്ങളെ പേര് നമ്മൾ അറുത്ത് കൊടുക്കാൻ നമ്മുടെ നാട്ടിലൊക്കെ നല്ലതുപോലെ നടക്കാറുണ്ട്. ഞാൻ ഇതിന്റെ ഒരു പിരിവ് കഴിഞ്ഞിട്ട് അവിടെ വരുന്ന അൽഹംദുലില്ലാഹ് അല്ലാഹു എല്ലാ മജ്‌ലിസും സ്വീകരിക്കുമാറാവട്ടെ. യാസീനുകൾ ഓതാൻ വേണ്ടി വാട്സപ്പിൽ മറ്റുമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബദരീങ്ങൾ മേൽ യാസീനെ ഓതി നല്ല ഹദിയകളുമായി നിങ്ങൾ കടന്നു വരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ബദരീങ്ങൾ ഹഖുണ്ട്. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും അല്ലാഹു പരിഹാരം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, ബദരീങ്ങൾ നമ്മളെ കൈവിടരുത്. അവരെ നമ്മുടെ ഏറ്റവും വലിയ പരിഹാരമാണെന്ന് മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട ഇമാം ബദരീങ്ങളെ സഹായിച്ച സംഭവങ്ങൾ ഒട്ടനവധി അവരെ കിതാബുകളിൽ പറഞ്ഞത് കാണാം. ഇമാം ബർസഞ്ചി റഹിമഹുല്ലാഹ് അവിടുത്തെ മൗലിദ് കിതാബിൽ വിശദമായി അത് പറഞ്ഞത് കാണാം. ബദരീങ്ങളെ തവസ്സുലാക്കി ദുആ ചെയ്തതിന്റെ പേരിൽ സംഭവങ്ങൾ ഒരുപാട് ബഹുമാനപ്പെട്ട ഹാഫിദുദ് ദുനിയ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് വിശദീകരിക്കുന്നത് കാണാം. അവിടുത്തെ സഹോദരൻ ആപ്പയുടെ മകനെ റോമക്കാരെ കയ്യില് അവര് പിടിക്കപ്പെട്ടു ബന്ദിയാക്കപ്പെട്ടപ്പോ അവര് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് കോടിക്കണക്കിന് രൂപ ആവശ്യപ്പെട്ടു. ഹാഫിദുദ് ദുനിയ ഇബ്നു ഹജർ തങ്ങൾ പറയുകയാണ്, എന്റെ സ്വന്തം എളാപ്പാന്റെ മകനാണ്. എന്റെ പ്രിയമുള്ളവരെ, എന്നിട്ട് എന്ത് ചെയ്തു? ഞങ്ങളാകെ പ്രയാസപ്പെട്ടു. സാമ്പത്തിക ശേഷി കുറവാണ്. ഞങ്ങളുടെ കയ്യിൽ എത്ര ക്യാഷ് കൊടുത്തോ അവനെ തിരിച്ചു വാങ്ങാനുള്ള വകുപ്പില്ല. എന്ത് ചെയ്തു? ഞങ്ങള് മൗലിദിൽ നേരെ പറഞ്ഞ സംഭവമാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഞാന് എന്റെ എളാപ്പന്റെ മകനെ ഞാൻ അസ്മാ ബദരീങ്ങളുടെ പേര് ഞാൻ ഒരു കർത്താസിൽ ഒരു പേപ്പറിൽ എഴുതിയിട്ട് ഞാൻ അവർ വസിയത്ത് എഴുതി വെച്ചു. ഇത് നീ ചൊല്ലുക, ഇത് മനഃപ്പാഠമാക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാനത് അവന് കൊടുത്തയച്ചു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോ എന്റെ എളാപ്പയുടെ മകന് ഒരു നിരക്കും ഞങ്ങളിലേക്ക് എത്തൂലാന്ന് മനസ്സിലാക്കി അവർ ഞങ്ങളെ വീട്ടിലേക്ക് തിരിച്ചെത്തി. അപ്പൊ ചോദിച്ചു, എന്ത് പറ്റി, എങ്ങനെ നീ രക്ഷപ്പെട്ടത്? അപ്പൊ അദ്ദേഹം മറുപടി പറഞ്ഞത് എന്താണ്? നിങ്ങൾ എനിക്ക് കത്തയച്ചില്ലേ? ബദരീങ്ങളുടെ പേര് ഞാനത് മനഃപ്പാഠമാക്കി. ഞാൻ ഒരു ദിവസം 2-3 തവണ ഞാനത് ആവർത്തിച്ച് അങ്ങനെ ഇഖ്ലാസോടെ ചൊല്ലാൻ തുടങ്ങി. അങ്ങനെ ഞാൻ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ഒരു ജൂതന്റെ കയ്യിലായിരുന്നു. അയാൾ എന്നെ വേറൊരാൾക്ക് വിറ്റു. 1000 ദീനാറ് വില വരുന്ന അടിമ കച്ചവടമുള്ള കാലമാണ്. എന്നെ വേറൊരാൾക്ക് വിറ്റു. ഞാനിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്നെ വാങ്ങി യജമാനന് വല്ലാത്ത മുസീബത്ത് പിടിപെടുന്നു, രോഗം പിടിപെടുന്നു. അങ്ങനെ അയാള് ഞാനൊരു അപലക്ഷണമാണെന്ന് മനസ്സിലാക്കി എന്നെ വേറൊരാൾക്ക് വിറ്റു. അങ്ങനെ അപ്പൊ എന്നെ വാങ്ങുന്നവരൊക്കെ വല്ലാതെ പ്രയാസപ്പെട്ട് ഇടങ്ങേറാവുന്നതായി അവർക്ക് അനുഭവപ്പെടുന്നു. അങ്ങനെ 1000 ദീനാറ് ദിർഹം വില വരുന്ന അടിമക്ക് വെറും 7 ദീനാറ് മാത്രം വിലയുള്ള അടിമയായി ഞാൻ മാറി. എന്നെ വാങ്ങുന്നവരെല്ലാം കുടുങ്ങുന്നു. ഒരു മനുഷ്യൻ എന്നെ വാങ്ങി, ഒരു യജമാനെ വാങ്ങിയിട്ട് എന്നെ വാങ്ങിയപ്പോ പ്രയാസപ്പെടുന്നത് കണ്ടപ്പോ അയാൾ എന്നെ കൊല്ലുന്നു പറഞ്ഞു. നിന്നെ ഞാൻ കൊല വിളിച്ച് എന്റെ കുരിശിന് സമർപ്പിക്കൊണ്ട് പറഞ്ഞു. അത് പറഞ്ഞ് തീരേണ്ട താമസം ആ മനുഷ്യൻ കുതിരപ്പുറത്തുനിന്ന് വീണ് തല പൊട്ടി അവിടെ കിടന്ന് പെടഞ്ഞു മരിച്ചു. അയാളുടെ മകനും അതുപോലെ എന്നെ പ്രയാസപ്പെടുത്തി. ഇങ്ങനെ എന്നെ ഏറ്റെടുക്കുന്ന ആളുകളൊക്കെ വല്ലാതെ മുസീബത്തിന് പെട്ടതായ അനുഭവം ഉണ്ടാകാൻ തുടങ്ങി. അങ്ങനെ നാട്ടിലുള്ള ആളുകള് റോമയുടെ രാജാവിനെ വിഷയങ്ങൾ പറഞ്ഞ് ധരിപ്പിച്ചു. ഞാൻ എന്റെ ഒരു മനുഷ്യൻ നമ്മുടെ നാട്ടിലുണ്ടായ വല്ലാതെ പ്രയാസമുണ്ടാകുന്നു, അയാളെ ഏറ്റെടുക്കുന്നവരൊക്കെ വല്ലാതെ മുസീബത്തിലാകുന്നു എന്ന് പറഞ്ഞു. ആ രാജാവ് വിവരം അന്വേഷിച്ച് അയാൾ എത്ര കാലം മുതലാണ് അവിടെ ഞാൻ താമസം തുടങ്ങിയത് എന്ന് പറഞ്ഞ് വിവരം അന്വേഷിച്ച് അയാൾ ഇവിടുന്ന് പുറത്താക്കാൻ വേണ്ടി, നാടിന്ന് പറഞ്ഞയക്കാൻ വേണ്ടി 100 ദീനാർ എന്റെ കയ്യിൽ രാജാവ് കൊടുത്തയച്ചിട്ട് ഇവിടുന്ന് പോകാൻ പറഞ്ഞു. ഞാൻ ആ 100 ദീനാർ കൊണ്ട് ഞാനിതാ നിങ്ങൾ അരികിലേക്ക് എത്തിയിരിക്കുന്നു. ഇതാണ് എന്റെ രക്ഷയുടെ കവചം. എന്റെ പ്രിയമുള്ളവരെ, ഏത് പ്രശ്നം പറയാത്ത പ്രതിസന്ധി ഘട്ടങ്ങളിലും നിങ്ങൾക്ക് മകളെ കെട്ടിക്കാനുണ്ടോ, മകന്റെ കല്യാണം ശരിയാകാനുണ്ടോ, വീട് പണി തുടങ്ങി വെച്ചത് പൂർത്തിയാകാത്തതുണ്ടോ, കടം കൊണ്ട് വിഷമിക്കുന്നുണ്ടോ, ഇങ്ങനെ ഏതേത് സാമ്പത്തിക, മാനസിക, ശാരീരിക പ്രശ്ന പ്രയാസങ്ങളുണ്ടോ, ബദരീകളെ തവസ്സുലാക്കി നിങ്ങൾ ചൊല്ലുക. മഹദറത്തുൽ ബദരിയ്യ നടക്കാറില്ലേ? കൃത്യമായി അതിൽ പങ്കെടുക്കുക. ബദരിയ്യത്ത് തവസ്സുലാക്കി നിങ്ങൾ
ചെല്ലുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ബദരീങ്ങളെ കാവൽ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ചെറിയ മക്കളെ ബദരീയത്തിൽ പങ്കെടുപ്പിക്കണം. ബദരീങ്ങളെ പേര് നമ്മൾ ആ റളിയല്ലാഹു അൻഹും സയ്യിദെ കൂട്ടാതെ ചെല്ലുന്ന ഒരു 4 മിനിറ്റ് ബദരീയത്ത് ചെല്ലാൻ നമുക്ക് വേണ്ടതുള്ളൂ. മക്കളെ കാണാതെ പഠിപ്പിക്കണം. ബദരീങ്ങളെ പേര് ഹൃദയത്തിലുള്ള മനുഷ്യൻ ഒരിക്കലും പിഴച്ചു പോകൂല. ആ കുട്ടി പിന്നെ ലഹരിക്കടിമയാവൂല. ആ കുട്ടി പിന്നെ ഇടങ്ങാറാവൂല. മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തൂല. അസ്മാഉൽ ഹുസ്ന ഇതൊക്കെ നമ്മൾ കാണാതെ പഠിക്കേണ്ട റാത്തിബുകളാണ്. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സർവ്വ മജ്‌ലിസുകളും ഖബൂലാക്കുമാറാവട്ടെ. അർഹമർ റഹീമായ മലിക്കുൽ ജബ്ബാറായ സയ്യിദായ റഹ്മാനെ, ഇത്രയും നേരം പറഞ്ഞ ബദരീങ്ങൾ നിസ്മരണം നീ സ്വീകരിക്കണേ അല്ലാഹ്. നിങ്ങൾക്ക് വലിയ ഒരു കാവലാക്കി മാറ്റണേ പടച്ചോനെ. ബദരീങ്ങളെ തവസ്സുലാക്കാൻ നിങ്ങൾ നിന്നോട് ചോദിക്കുന്ന കാര്യങ്ങൾ പടച്ചോനെ നിങ്ങൾക്ക് എന്റെ മഹതായ ഫദ്ല് കൊണ്ട് നൽകണേ അല്ലാഹ്. അല്ലാഹു നിങ്ങളുടെ മനസ്സിലുള്ള ഹലാലായ ഉദ്ദേശങ്ങളൊക്കെ നീ പൂർത്തീകരിച്ചു തരണേ അല്ലാഹ്. വിഷമങ്ങൾ ദൂരീകരിക്കണേ അല്ലാഹ്. പ്രയാസങ്ങൾ അകറ്റി റാഹത്തുള്ള ജീവിതം നൽകണേ അല്ലാഹ്. സ്വസ്ഥതയും സമാധാനവും നൽകണേ റഹ്മാനെ. അല്ലാഹു നിങ്ങളുടെ മക്കളെ നന്നാക്കി തരണേ അല്ലാഹ്. ശിഷ്യന്മാരെ നന്നാക്കി തരണേ അല്ലാഹ്. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ ഉസ്താദുമാർ ആരൊക്കെയുണ്ടോ എല്ലാവർക്കും ഖബറിൽ സന്തോഷം നൽകണേ അല്ലാഹ്. അദാബിൽ നിന്ന് കാക്കണേ അല്ലാഹ്. ഞങ്ങൾ ജീവിക്കുന്ന കാലം അത്രയും ആഫിയത്തോടെ ഇസ്സത്തോടെ നിന്റെ ദീനിന്റെ ഖിദ്മത്തിലായി ജീവിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യണേ അല്ലാഹ്. അവസാനം ഞങ്ങൾക്ക് ഈമാൻ സലാമത്തായി കലിമ ചൊല്ലി ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ നല്ല മരണത്തിന് പറഞ്ഞ സകലമായ അടയാളങ്ങളും പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് മഹാനായ ഹബീബായ തങ്ങളുടെ റൂഹിന്റെ അരികിൽ വെച്ച് അവിടുത്തെ സാന്നിധ്യത്തിൽ വെച്ചുകൊണ്ട് കലിമ ചൊല്ലി സ്വർഗ്ഗം കണ്ട് ഞങ്ങളെ നിന്നിലേക്ക് വിളിക്കണേ അല്ലാഹ്. ഒരു രൂപ പോലും ഒരു മനുഷ്യന് കടമായി കൊടുക്കാനില്ലാതെ എല്ലാ ബാധ്യതയും കൊടുത്തും പൊരുത്തപ്പെടിച്ചും വീട്ടി ഈ പള്ളിക്കാട്ടിൽ ചെന്ന് കിടക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم.